ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് 17-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ 4 പേർ പിടിയിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന സംഭവത്തിൽ വടകര പതിയാരക്കര സ്വദേശി കുളങ്ങര അഭിഷേക് 19 വയസ്സ്, കായണ്ണ ചോലക്കര മീത്തൽ മിഥുൻദാസ് 19 വയസ്സ്, വേളം പെരുമ്പാട്ട് മീത്തൽ CK ആദർശ് 22 വയസ്സ്, 17 വയസ്സുകാരനായ നാലാമരുമാണ് പേരാമ്പ്ര പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 45 ചാക്ക് റേഷൻ അരി കടത്തിയ സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. സപ്ലൈകോ ഗോഡൌണിലെ സീനിയർ അസിസ്റ്റന്റ് ധർമ്മേന്ദ്രനാണ് അറസ്റ്റിലായത്. 11 ചാക്ക് പച്ചരി, 18 ചാക്ക് കുത്തരി, 16 ചാക്ക് പുഴുക്കലരി എന്നിവയാണ് കടത്തിക്കൊണ്ടുപോയത്. സപ്ലൈകോ ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇനി പിടികൂടാനുള്ള സപ്ലൈകോ ജീവനക്കാരനായ അൻഷാദിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. പത്തനംതിട്ട അടൂർ ജില്ലാ നിർമ്മിതി കേന്ദ്ര ഓഫീസിലെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ച് വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ പകർത്തിയ പ്രതി പിടിയിൽ. ഇതേ ഓഫീസിലെ ഡ്രൈവർ ഹരികൃഷ്ണനാണ് പ്രതി. കഴിഞ്ഞ ദിവസം ഇയാളെ കൈയോടെ പിടികൂടി മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ കണ്ടെത്തിയത്. എറണാകുളം കോതമംഗലത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. SP ഹേമലതയും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് SP ഹേമലത പറഞ്ഞു. തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പന്നൂർ പാറേക്കവല മനയ്ക്കത്തണ്ട് മനയാനിക്കൽ ശിവഘോഷ് 19 വയസ്സും പാറത്തോട് ഇഞ്ചപ്ലാക്കൽ മീനാക്ഷി 19 വയസ്സും എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മീനാക്ഷിയെ കൊന്ന ശേഷം ശിവഘോഷ് തൂങ്ങി മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. ഒരേ സ്കൂളിൽ പഠിച്ചവരും കൊന്നത്തടി സ്വദേശികളുമായ ശിവഘോഷും മീനാക്ഷിയും ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. ഓഗസ്റ്റ് 25ഓടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനു സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചനമുണ്ട്. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മുഖ്യാതിഥിയാകും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സ്റ്റാലിനെ ചെന്നൈയിലെത്തി നേരിട്ട് ക്ഷണിച്ചു. ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം. തെരുവ് നായകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്ന കേസിൽ ഹർജിക്കാരായ വ്യക്തികളും NGOകളും കോടതി രജിസ്ട്രിയിൽ യഥാക്രമം 25,000 രൂപയും 2 ലക്ഷം രൂപയും കെട്ടിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. 7 ദിവസത്തിനകം ഈ തുക കെട്ടിവെച്ചില്ലെങ്കിൽ ഹർജിക്കാരെയോ കക്ഷി ചേർന്നവരെയോ തുടർന്ന് കേസിൽ ഹാജരാകാൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. കർണാടക നിയമസഭയിൽ RSSന്റെ ഗണഗീതം പാടി ഉപനിയമസഭാംഗമായ മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പഴയ RSS ബന്ധം BJP ഉന്നയിച്ചപ്പോഴായിരുന്നു നമസ്തേ സദാ വത്സലെ മാതൃഭൂമി എന്ന ഭാഗം വൈറലായതിനു പിന്നാലെ വിശദീകരണവുമായി DK രംഗത്തെത്തി. കോൺഗ്രസ് തന്റെ രക്തത്തിലുണ്ടെന്നും BJPക്കുള്ള സന്ദേശമാണ് താൻ നൽകിയതെന്നും DK ശിവകുമാർ വിശദീകരിച്ചു. കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നുള്ള കോൺഗ്രസ് MLA വീരേന്ദ്ര പാപ്പിയെ കസ്റ്റഡിയിലെടുത്തു ED. സിക്കിമിൽ നിന്നാണ് MLA കസ്റ്റഡിയിലെടുത്തത്. ബെറ്റിംഗ് ആപ്പുകളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നും നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമുള്ള പരാതികളിലാണ് നടപടി. CPI മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2012 മുതൽ 2019 വരെ CPI ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച സുധാകർ റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുൻ ലോക്സഭാംഗവുമാണ്. ഇന്ത്യയെ ആഡംബരക്കാരായ മേഴ്സിഡസ് ബെൻസിനോടും സ്വന്തം രാജ്യത്തെ ഒരു ഡെം ട്രക്കിനോടും താരതമ്യം ചെയ്ത പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പരാമർശത്തെ പരിഹസിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആ പരാമർശം തന്നെ പാകിസ്ഥാന്റെ കുറ്റസമ്മതമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്തുള്ള സമീപകാലത്തെ അസീം മുനീറിന്റെ പരാമർശങ്ങൾ സ്വയം പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും ചൂണ്ടിക്കാട്ടി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ മൂലമുണ്ടായ അപകടങ്ങളിൽ ഇതുവരെയുള്ള മരണസംഖ്യ 287 ഉയർന്നു. ഇതിൽ 149 മരണങ്ങൾ മഴയുമായി നേരിട്ടുള്ള അപകടങ്ങളിലുണ്ടായപ്പോൾ 138 ജീവനുകൾ റോഡ് അപകടങ്ങളിലാണ് പൊലിഞ്ഞത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ അപലപിച്ച് സുപ്രീംകോടതി വുമൻ ലോയേഴ്സ് അസോസിയേഷൻ കോടതിയിൽ തന്നെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചിട്ടുള്ള മുഴുവൻ വനിതാഭിഭാഷകർക്കും അനുകൂല വിധി ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു കട്ജുവിന്റെ പരാമർശം. ഇതിനെതിരെയാണ് സുപ്രീംകോടതി വനിതാഭിഭാഷക സംഘടന രംഗത്തെത്തിയത്. ശ്രീലങ്ക മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ. ഇന്നലെയാണ് റനിൽ വിക്രമസിംഗയെ അഭിഴിമതി കേസിൽ CID അറസ്റ്റ് ചെയ്തത്. ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ നടത്തിയ ലണ്ടൻ യാത്രയ്ക്ക് പൊതുപണം ദുരുപയോഗം ചെയ്തെന്ന കേസിലാണ് അറസ്റ്റ്. പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് അറസ്റ്റ് വിവരം റിപ്പോർട്ട് ചെയ്തത്.
ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈനീസ് ബിസിനസ് പ്രൊഫഷണലുകൾക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനായി ഇന്ത്യ തയ്യാറാകുന്നതായി റിപ്പോർട്ട്. ഈ നിയന്ത്രണങ്ങൾ നീക്കിയാൽ ഇപ്പോൾ ഏകദേശം 5 വർഷത്തിന് ശേഷം വിവോ, ഓപ്പോ, ഷവോമി, BID, ഹൈസെൻസ് ഹയർ തുടങ്ങിയ കമ്പനികൾക്ക് തങ്ങളുടെ ചൈനീസ് മാനേജർമാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കാനും നീക്കമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 12 ഉയർന്നു. അപകടത്തെ തുടർന്ന് 4 പേരെ കാണാനെന്തായി എന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ യെല്ലോ ഹോർന് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ നടുഭാഗമാണ് ഇന്നലെ തകർന്നു വീണത്. ഹമാസ് നിരായുധീകരിക്കുകയും ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളെയും മോചിപ്പിക്കുകയും ഇസ്രായേലിന്റെ നിബന്ധനകൾക്ക് വിധേയമായി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. ഗാസയിൽ ഇസ്രായേൽ വ്യാപകമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ നിബന്ധനകൾ അംഗീകരിക്കണമെന്നും എല്ലാ ബന്ധങ്ങളെയും മോചിപ്പിക്കുകയും ഹമാസ് നിരായുധീകരിക്കുകയും വേണമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഫ്ലോറിഡയിൽ ഇന്ത്യൻ ഡ്രൈവർ ഓടിച്ച ട്രക്ക് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി അമേരിക്ക. ട്രക്ക് യൂട്ടേൺ എടുക്കുന്നതിനിടെ വാഹനത്തിലേക്ക് കാർ ഇടിച്ചു കയറി 3 പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ വിദേശത്തു നിന്നുള്ള വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് നിർത്താനാണ് തീരുമാനം. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയും വിദേശത്തു നിന്നുള്ള ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് അമേരിക്കക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന് വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയതിലും അന്യായമായ തീരുവകൾ ഏർപ്പെടുത്തിയതിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച മുൻ സുരക്ഷാ ഉപദേഷ്ടാവും ട്രംപിന്റെ കടുത്ത വിമർശകനുമായ ജോൺ ബോൾട്ടന്റെ വസനത്തിൽ FBI റെയ്ഡ് നടത്തി. രഹസ്യരേഖകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തിയത്. ബോൾട്ടനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും ഇതുവരെ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് $275 മില്യൺ, ഏകദേശം 2300 കോടി കടമെടുത്ത ഇന്ത്യൻ വ്യവസായ ഭീമൻ ഗൗതം അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് $150 മില്യൺ കടമെടുക്കുന്നത്. ബാർക്ലേസ്, DBS ബാങ്ക്, ഫസ്റ്റ് അബുദാബി ബാങ്ക്, മിസ്തുബിഷി, UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്നിവരിൽ നിന്നാണ് അദാനി ഗ്രൂപ്പ് പണം കടം വാങ്ങിയത്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് $125 മില്യൺ കടമെടുത്തിട്ടുണ്ട്. മിസ്തുബിഷി, UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പിൽ നിന്നാണ് ഇത്രയും തുക അദാനി കടമെടുത്തത്. കഴിഞ്ഞ 6 മാസത്തിനിടെ $10 മില്യൺ അദാനി ഗ്രൂപ്പ് കടമായി എടുത്തത്. ജൂണിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിന്റെ കീഴിലുള്ള മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് $750 മില്യൺ വായ്പ സ്വരൂപിച്ചിരുന്നു. അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് ലിമിറ്റഡിൽ നിന്നാണ് വായ്പ വാങ്ങിയത്. ഇവരിൽ നിന്ന് $250 മില്യൺ കൂടി മുംബൈ എയർപോർട്ട് വായ്പ വാങ്ങുമെന്ന റിപ്പോർട്ടുണ്ട്. ബീഹാറിൽ ഇനി ആധാറും രേഖയാകും. കരടിലില്ലാത്തവർക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. ബീഹാറിൽ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഓൺലൈനായും അപേക്ഷിക്കാമെന്ന സുപ്രീം കോടതി ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ആധാറോ സമർപ്പിക്കാമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് പാർട്ടികൾ സഹകരിക്കുന്നില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചതിനെ തുടർന്നാണ് നടപടി. കേസ് സെപ്റ്റംബർ 8 വീണ്ടും പരിഗണിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്നും ഉദയനിധി തമിഴ്നാട് മുഖ്യമന്ത്രിയാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതെല്ലാം സോണിയയുടെയും സ്റ്റാലിന്റെയും ആഗ്രഹം മാത്രമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. BJP ബൂത്ത് തല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുനെൽവേലിയിലെത്തിയപ്പോഴായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. തമിഴ്നാട്ടിലെ ജനങ്ങളെയും ഭാഷയെയും സംസ്കാരത്തെയും പ്രധാനമന്ത്രി എപ്പോഴും ബഹുമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. 2026 കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുത്വ പറയണോ വികസനം പറയണോ എന്ന ആശയക്കുഴപ്പം ഇല്ലെന്നും BJPക്ക് വികസന അജണ്ട മാത്രമേ ഉള്ളൂവെന്നും വികസന അജണ്ട പറഞ്ഞാണ് BJP തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഹാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു. കൊച്ചിയിൽ BJP സംസ്ഥാന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് വീട്ടിലെത്തിയത്. ഭാര്യ ഷീല, മകൾ ആരതി, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂട്ടിക്കാഴ്ച നടത്തി. തുടർന്ന് അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് പോയി. എറണാകുളത്ത് നടന്ന BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അമിത്ഷാ. VD സതീശൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന P സരിൻ. രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജി ആവശ്യം പിന്നീടാണ് വരുന്നതെന്നും സരിൻ പറഞ്ഞു. ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോയെന്നും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടക്കാനെന്നാണ് പറയുന്നതെന്നും ഇവിടെ നടന്നത് പറഞ്ഞാൽ ദേശീയ നേതൃത്വം നാണിച്ചു പോകുമെന്നും വർഷം മുഴുവൻ പറഞ്ഞാലും കോൺഗ്രസിന്റെ അനാശാസ്യ കഥകൾ അവസാനിക്കില്ലെന്നും സരിൻ പറഞ്ഞു. രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ പോര് രൂക്ഷം. രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയതോടെയാണ് തർക്കം രൂക്ഷമായത്. ഒപ്പം കട്ടപ്പുമാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് A ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു.
രാഹുൽ മാങ്കുട്ടത്തിന് എംഎൽഎക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച എസ്എഫ്ഐ രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ അകത്ത് കടക്കാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. ഇവർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കോഴികളുമായി പ്രതിഷേധ പ്രകടനം നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ പരാതി. രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട മഹിളാ മോർച്ച പ്രവർത്തകർ ജീവനുള്ള കോഴികളെ വെച്ച് നടത്തിയ മാർച്ചിൽ ഒരു കോഴി ചത്തിരുന്നു. മിണ്ടാപ്രാണിയോട് അതിക്രമം കാണിച്ച മഹിളാ മോർച്ച നേതാക്കൾക്കെതിരെ ജന്തുദ്രോഹ നിവാരണം കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ധാർമ്മികതയുയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന മന്ത്രി വി.എൻ. വാസവൻ. പൊതുപ്രവർത്തകർ മാതൃക കാട്ടേണ്ടവരാണെന്നും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനം പറയണമെന്നും വാസവൻ ആവശ്യപ്പെട്ടു. സിപിഎം നേതാക്കൾക്കെതിരായ കേസൊക്കെ തേഞ്ഞുമാഞ്ഞു പോയതാണെന്നും മന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിച്ചവരെ പോലും കാണാതായതാണ് വാസവന്റെ വിശദീകരണം. രാഹുൽ മാങ്കുട്ടത്തിന് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ പൊതുവികാരമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേരളത്തിൽ ഒരു എംഎൽഎക്കെതിരെ ഇത്ര വ്യക്തതയുള്ള തെളിവുകളോടെ ആരോപണങ്ങളുടെ പെരുമഴ പ്രവാഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ കോണിൽ നിന്നും രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ഇത് കേരളത്തിന്റെ പൊതുവികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ മൃതദേഹം സംസ്കരിച്ചു. പഴയ പാമ്പനാറിലുള്ള എസ്.കെ. ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാര ചടങ്ങുകൾ. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാർ കെ. രാജൻ, റോഷി അഗസ്റ്റിൻ, പി. പ്രസാദ് എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നിരവധി പേരാണ് നേതാവിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനായി എത്തിയത്. തൃശൂർ ഡിസിസി അധ്യക്ഷനെതിരായ പരസ്യ പ്രസ്താവനയിൽ INTUC ജില്ലാ അധ്യക്ഷൻ സുന്ദരൻ കുന്നത്തുള്ളിയോട് കെപിസിസി വിശദീകരണം തേടി. കഴിഞ്ഞ 14-ന് തൃശൂർ ടൗൺഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു സുന്ദരൻ കുന്നത്തുള്ളി ഡിസിസി അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വി.ഡി. സതീശനെ വിലക്കിയതിന്റെ പേരിലാണ് പ്രകോപനം. ഗതാഗത വകുപ്പ് പുറത്തിറക്കുന്ന MVD ലീഡ്സ് സിവിക് ഐ മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ കുട്ടികൾ മുതൽ എല്ലാ വിഭാഗത്തിലുള്ളവരിലേക്കും ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറുടെ സീൽ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടിയെന്ന VC. രജിസ്ട്രാറുടെ സീൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നതായി വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് VCയുടെ ഉത്തരവ്. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളിൽ കൃത്യമായി സീൽ പതിച്ചുകൊടുക്കണം. വീഴ്ച കാട്ടിയാൽ നടപടിയെടുക്കുമെന്ന് കാണിച്ച് രജിസ്ട്രാറുടെ സ്റ്റാഫിന് മെമ്മോ നൽകാൻ പ്ലാനിംഗ് ഡയറക്ടർക്ക് VC നിർദ്ദേശം നൽകി. മാവോയിസ്റ്റ് റുബേഷിന്റെ നോവൽ പ്രസിദ്ധീകരണത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ അക്കാദമി അധ്യക്ഷൻ കെ. സച്ചിദാനന്ദൻ. ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന റുബേഷിന്റെ നോവലിന് ജയിൽ വകുപ്പാണ് അനുമതി നിഷേധിച്ചത്. ജയിൽ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണിത്. ജയിൽ മേധാവി പറയുന്ന കുഴപ്പങ്ങളൊന്നും നോവലിന്റെ PDF വായിച്ച് തനിക്ക് കണ്ടെത്താനായില്ലെന്ന് സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ജയിൽ മേധാവിയാണ് പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന ഇടപെടലിന് കോടതിയുടെ അംഗീകാരം. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനകളിലൂടെ വ്യാജമെന്ന് കണ്ടെത്തിയ ബ്രാൻഡുകൾക്കെതിരെയാണ് കോടതി നടപടി സ്വീകരിച്ചത്. ഇതോടെ 4 വ്യാജ ബ്രാൻഡുകൾക്കെതിരെയാണ് കോടതി നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത്. വ്യാജ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബെവ്കോയിൽ റെക്കോർഡ് ബോണസ്. 1,02,000 രൂപ ബോണസ് നൽകാൻ ധാരണയായി. എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റെക്കോർഡ് വരുമാനം ലഭിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്കും അതിനനുസരിച്ച് ബോണസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് MD ഹർഷിത അത്താലൂരി പറഞ്ഞു. ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മലയാളികൾക്കായി വിപുലമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ റെയിൽവേ പറഞ്ഞു. ജൂലൈ മുതൽ തന്നെ സർവീസ് ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനുകൾ അടക്കം 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഇതുവരെ പ്രഖ്യാപിച്ചതെന്ന് ദക്ഷിണ റെയിൽവേ വക്താവ് അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം നാളെ തുറക്കും. വാർഡുകൾ ഈ മാസം 24-നോടെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതിയുടേതാണ് തീരുമാനം. കെട്ടിടത്തിന്റെ സുരക്ഷ വിലയിരുത്തിയ ശേഷമാണ് നടപടി. കേരളത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്താൻ താൽപര്യമുള്ള വ്ളോഗർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പാനലിൽ അംഗമാകാം. 3 ലക്ഷമെങ്കിലും ഫോളോവർമാരുള്ള വ്ളോഗർമാർക്കും യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ നൽകിയിട്ടുള്ള വീഡിയോ കണ്ടന്റുകൾക്ക് മിനിമം 10 ലക്ഷം റീച്ച് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും അപേക്ഷിക്കാം. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്ത 3 ദിവസത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളിൽ വിലക്കണമെന്ന ആവശ്യം. പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ KA പോളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്.
ജസ്റ്റിസ് വിക്രം നാഥ് അടങ്ങുന്ന ബെഞ്ചിലാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത്. ഈ മാസം 24-നോ 25-നോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കെ.എ. പോൾ കോടതിയെ അറിയിച്ചു. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് കോടതിയെ സമീപിച്ചതെന്നാണ് കെ.എ. പോൾ വ്യക്തമാക്കുന്നത്. 3 ആവശ്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്. 3 ദിവസത്തേക്ക് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നത് വിലക്കണം. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസറായ സുഭാഷ് ചന്ദ്രനും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ നടത്തുന്ന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസ് അയച്ചു. 25-ന് കേസ് കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചത്. അന്ന് തന്നെ ഉത്തരവ് നൽകാമെന്നും കോടതി അറിയിച്ചു. താൻ വർഷങ്ങളായി യമനിൽ പ്രവർത്തിക്കുന്നയാളാണെന്ന് കെ.എ. പോൾ പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ.എ. പോൾ നേരത്തെ പിരിവ് നടത്തിയിരുന്നു. ഇത് വിദേശകാര്യ മന്ത്രാലയം തടഞ്ഞിരുന്നു. 2017 ജൂലൈ 25-ന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത ശേഷം നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. വഴിമുട്ടിയ വ്യാപാര ചർച്ച പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി യുഎസിനെതിരെ ചുമത്തിയ ഏതാനും പകരം തീരുവകൾ കാനഡ പിൻവലിക്കും. യുഎസ് കാനഡ മെക്സിക്കോ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിധിയിൽ വരുന്ന കാനഡ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലെന്ന് യുഎസ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് USMCA പരിധിയിലുള്ള എല്ലാ US ഉൽപ്പന്നങ്ങൾക്കും കാനഡയും തീരുവ ഒഴിവാക്കുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. അതേസമയം US വാഹനങ്ങൾക്കും അലുമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കുമുള്ള അധിക തീരുവ തുടരുമെന്നും വ്യക്തമാക്കി. കാനഡയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. വ്യാപാര ചർച്ച തുടരുമെന്നും പറഞ്ഞു. സർക്കാർ പണം ദുരുപയോഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ റിമാൻഡിൽ. ഈ മാസം 26 വരെയാണ് കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റ് കോടതി വിക്രമസിംഗെ റിമാൻഡ് ചെയ്തത്. 2023 സെപ്റ്റംബറിൽ US സന്ദർശനം കഴിഞ്ഞു മടങ്ങി വഴി ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് CID ഓഫീസിൽ എത്തിയപ്പോഴാണ് റനിൽ വിക്രമസിംഗെയെ അറസ്റ്റ് ചെയ്തത്. ശ്രീലങ്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുൻ പ്രസിഡന്റാണ് വിക്രമസിംഗെ. കോടതിയിലെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് വിക്രമസിംഗെയെ റിമാൻഡ് ചെയ്തത്. മുൻ പ്രസിഡന്റ് സിരിസേനയും വിക്രമസിംഗെയ്ക്കൊപ്പം കോടതി മുറിയിലുണ്ടായിരുന്നു. കോടതിയിൽ റനിൽ വിക്രമസിംഗെയെ എത്തിച്ച് 5 മണിക്കൂർ പിന്നിട്ടിട്ടും ജാമ്യം നൽകണമെന്ന അപേക്ഷയിൽ തീരുമാനമുണ്ടായിരുന്നില്ല. വാദം നടക്കുന്നതിനിടെ കോടതിയിൽ വൈദ്യുതി ബന്ധം നിലനിച്ചു. പിന്നീട് ഇത് പുനഃസ്ഥാപിച്ച ശേഷമാണ് വിക്രമസിംഗെയെ റിമാൻഡ് ചെയ്ത് കോടതി ഉത്തരവിട്ടത്. 6 തവണ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന വിക്രമസിംഗെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായി കലാപകലുഷിതമായപ്പോൾ പ്രസിഡന്റ് ഗോതബായ രാജപക്ഷെ രാജിവെച്ചതിനെ തുടർന്ന് 2022 ജൂലൈയിലാണ് പ്രസിഡന്റായത്. യുണൈറ്റഡ് നേഷൻ പാർട്ടി UNP നേതാവായ അദ്ദേഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ചൈനയിൽ നിർമ്മാണത്തിനിരിക്കുന്ന പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 12 മരണം, 4 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ചൈനയിലെ യെല്ലോ നദിക്ക് കുറുകെ നിർമ്മാണത്തിനിരിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗമാണ് തകർന്നു വീണത്. സ്റ്റീൽ കേബിളിനുണ്ടായ തകരാറ് മൂലം പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് നദിയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അപകട സമയത്ത് 15 ജീവനക്കാരും ഒരു പ്രോജക്ട് മാനേജറുമായിരുന്നു പാലത്തിന് സമീപമുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിച്ച്വാൻ ക്വിങ്ഹായ് റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായ പാലം നിർമ്മാണം പൂർത്തിയാക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 ഇരട്ട ട്രാക്കുള്ള സ്റ്റീൽ നിർമ്മിതമായ ആർച്ച് പാലമാകുമായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO പുറത്തിറക്കി. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. 2028 ആകുമ്പോഴേക്കും ആദ്യ മോഡ്യൂൾ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹിരാകാശ ദിന ആഘോഷത്തിന്റെ ഭാഗമായി BAS മാതൃക പുറത്തിറക്കി. നിലവിൽ 5 ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത സംരംഭമായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും
ചൈനയുടെ ചിയാങ്കോങ് സ്പേസ് സ്റ്റേഷനുമാണ് ബഹിരാകാശത്തുള്ളത്. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. BAS-01 മോഡ്യൂളിന് 10 ടൺ ഭാരം വരും. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കുക. ബഹിരാകാശത്തെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BAS പ്രവർത്തിക്കുക. ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവയിലാണ് ഊന്നൽ. ഈ ബഹിരാകാശ നിലയം ബഹിരാകാശ വിനോദസഞ്ചാരത്തെയും പിന്തുണയ്ക്കും. BAS ബഹിരാകാശ മേഖലയിലെ നിലവിലെ അന്താരാഷ്ട്ര സഹകരണങ്ങൾക്ക് കൂടുതൽ സഹായകമാവുന്ന ഹബ്ബായി മാറും.